പൈസ ഉണ്ടാക്കി തരുന്നതും സമയം കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്, ഈ രണ്ട് കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യാം. അതെല്ലാത്തിലും പോസിബിൾ ആവും. അത്യാവശ്യം എല്ലാത്തിലും പോസിബിൾ ആണ്. സോഷ്യൽ മീഡിയ വൈസ് യെസ് ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്. എന്ത് ബിസിനസ് ആണെങ്കിലും നമുക്കത് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ വിപിൻ പറഞ്ഞ കണക്ക് കമന്റ്സ് വരിക, എല്ലാവരുടെയും മൈൻഡിൽ ഇപ്പം ഫോളോവേഴ്സ് കൂട്ടുക എന്നുള്ളൊരു കാര്യമാണ് ഒരു എക്സൈറ്റ്മെന്റ് തരുന്നത്. നമ്മൾ അത്രയും സമയം കൺസ്യൂം ചെയ്യുന്നതാണ് ഫോണിനകത്ത്. ഈ ടൈം സ്പെൻഡ് ചെയ്യുമ്പം എന്തെങ്കിലും ഒരു യൂസ് ഉണ്ടായിരിക്കണം അത് വെച്ചിട്ട്, അല്ലേ? ഇപ്പൊ അത് കൺസ്യൂം ചെയ്യുന്നയാൾക്ക്, വിപിന്റെ വീഡിയോ കാണുന്നയാൾക്ക് അതിൽ നിന്നൊരു നോളജ് കിട്ടണം, എന്തെങ്കിലും മനസ്സിലാവണം. ആ രീതിയിലാണ് അവർക്ക് ബെനിഫിറ്റ് ചെയ്യുന്നത്. വിപിൻ ഇത് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിപിന് ഇത് ബെനിഫിറ്റ് ചെയ്യണം. വിപിൻ എങ്ങനെ ബെനിഫിറ്റ് ചെയ്യുന്നത്? സോ നമുക്ക് ഫൈനാൻഷ്യലി അത് ബെനിഫിറ്റ് ചെയ്യുന്ന രീതിയിലാക്കാം. ചിലപ്പം സാറ്റിസ്ഫാക്ഷൻ മേ ബി വൺ ഓഫ് ദ ബെനിഫിറ്റ്സ് ആയിരിക്കും. അപ്പം ഫെയിം അതല്ല, ആ ഫെയിം കാരണം മേ ബി അവിടുന്ന് വേറെ വല്ല പ്രൊമോഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും. അപ്പം നമുക്ക് എപ്പോഴും സെൽഫായിട്ട്, ഈ പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ കൊണ്ടുതരുന്നൊരു സാധനമാണ്. സോ നമുക്ക് പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്ന ഒരു സിനാരിയോ വരല്ലേ. ഈ പൈസ കിട്ടുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വന്നായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന സിനാരിയോ ആവുന്നതിന് പകരം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. സോ വിപിന് സ്വന്തമായിട്ട് ഒരു സർവീസ് ഉണ്ടായിരിക്കണം. ആ സർവീസ് ഒബ്വിയസ്ലി ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് അത്രയും ആൾക്കാർ ഫോളോ ചെയ്യുന്നത് വിപിന്ന, മനസ്സിലായില്ലേ? അപ്പൊ അത്രയും ആൾക്കാർക്ക് വിപിന് ഇഷ്ടമാണ്, വിപിന്റെ അടുത്ത് നിന്ന് ആ ഒരു സർവീസ് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആർക്കാണ് വേണ്ടത് എന്നുള്ളത് കണ്ടുപിടിക്കുന്നതാണ് നമ്മുടെ ജോലി.